മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പിനൊപ്പം മലയാളികളുടെ നെഞ്ചിടിപ്പും ഉയരാറുണ്ട്. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മുല്ലപ്പെരിയാർ കേരളീയരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് വർഷങ്ങളേറെയായി. മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ആ മലയിൽ കൂടെ അടി വന്ന് അവിടെ നിന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ഈ ജനവാസ മേഖലയിലേക്ക്. ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് വന്ന് ഫസ്റ്റിൽ ഇടിക്കുന്നത് ഇവിടെയാണ് വെള്ളം. ഇവിടെ വന്ന് ഈ പൊക്കത്തിൽ വരെ വെള്ളം സാധാ വരുന്നതാണ്. 18-ലെ പ്രളയത്തിന് വരെ ഇവിടെ കയറിയതാണ് വെള്ളം. ഇവിടുന്ന് പിന്നെ ഈ താഴോട്ടാണ് ജനവാസ മേഖലയായിട്ടിരിക്കുന്നത്. ഇത് ഒരു ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഭീഷണിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. കിടന്നുറങ്ങാനൊക്കെ പിള്ളേർക്കൊക്കെ ഒരു പേടി. ഇപ്പോൾ ഈ വയനാട് പ്രശ്നം വന്നതോടുകൂടിയാണ് ഇത്രയും ഒരു ഭീതിയായിട്ട് പിള്ളേരുടെ ഇതൊക്കെ ആയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഒഴുകുന്ന ജലം ആദ്യമെത്തുന്ന ജനവാസ മേഖലയാണിത്, വണ്ടിപ്പെരിയാർ വള്ളക്കടവ്. ഏതാണ്ട് 5000-ലധികം ആളുകളാണ് ഈ മേഖലയിൽ ജീവിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എല്ലാ വെല്ലുവിളികളെയും ആദ്യം ബാധിക്കുന്നത് ഈ ആളുകളെയാണ്. വെള്ളത്തിൽ ഒഴുകി പോവാന്നുള്ള പേടിയുണ്ട്. ഞാൻ രാത്രി എപ്പോഴും പേടിച്ചേ കിടക്കത്തുള്ളൂ. പേടിയാ, ശരിക്കും പേടി. ജീവനിലല്ലേ ഏറ്റവും വലിയ പേടി. പേടി ഇപ്പോൾ ആ ഉരുൾ പൊട്ടിയാൽ പിന്നെ എപ്പോഴും പേടിയുണ്ട്. ഒരു ഉരുൾ പൊട്ടിയപ്പോൾ അതാ സ്ഥിതിയെങ്കിലേ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ എന്നാൽ നമുക്ക് ഊഹിക്കാമല്ലോ. എങ്ങോട്ട് ഓടുമെന്നുള്ള ഒരു പേടിയുണ്ട്. ഇത് പോകുമെന്ന് അവർക്ക് തന്നെ അറിയാം. ഇനിയിപ്പം സംഭവിച്ചേ വരുള്ളൂ. പേടി എല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ എന്തിനാ? ജീവനിൽ പേടിയില്ലാത്തവരാരാ മോനെ ഉള്ളത്? ഇപ്പോൾ ഞാനും ഈ 2 കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ ഈ രാത്രിയിലൊക്കെ ഈ ഒറ്റയ്ക്കൊക്കെ കിടക്കുമ്പോഴത്തേക്ക് എന്തേരം പേടിച്ച് ഉറക്കിയാണ് കിടക്കുന്നത്. അതിങ്ങനെ പണിയും എന്ന് പറഞ്ഞു. വൻ നേതാക്കന്മാർ അതിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ഇത് പണിയുമോ? ഇല്ല. ജനിച്ചവരൊക്കെ മരിക്കണ്ടേ? അങ്ങനെ പോകാനാ വിധിയെങ്കിൽ അങ്ങനെ പോട്ടെ. ഞങ്ങളങ്ങ് സഹിക്കും. ജീവനും കൊണ്ട് എല്ലാവരും കൂടെ പോകുന്നതുകൊണ്ട് വേദനിക്കട്ടല്ല മറ്റൊരാൾക്ക് വേണ്ടി. അത്രേ ഉള്ളൂ. വർഷം കാലാവധി പറഞ്ഞ ഡാമാണ് അത്. ഇപ്പോൾ നമുക്ക് വളരെയധികം ആശങ്കയിലിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. ഇങ്ങനെ വയനാടിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കാരണം നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഓരോ രാത്രിയും നമുക്ക് പേടിയാണ്. പ്രളയം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴും ജൂൺ മാസം ജൂലൈ മാസത്തിൽ മാത്രമേ ഉള്ളൂ ഡാമിനെക്കുറിച്ച് അന്വേഷണം. പിന്നെ ആർക്കും ഒന്നും അന്വേഷണമില്ല. തൊട്ട് നടക്കാനും പോകുന്നില്ല. വയനാടിൻ്റെ അപ്പുറമായി തീരത്തേ ഉള്ളത്. എല്ലായിടത്തും ഇങ്ങനെ കാണുന്നത് കൊണ്ട് പേടിയെന്ന് പറയാനാ. വയനാട് പോലെ ഇവിടെയും സംഭവിക്കും, അത്ര തന്നെ. എപ്പോൾ ഡാം വന്നാലും പോകാൻ തയ്യാറോടെ നിൽക്കുക, അല്ലാതെ ഒളിച്ചിരിക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. മുല്ലപ്പെരിയാർ ഡാമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കുറേ ആളുകൾ ഒഴുകി, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി മരിച്ചു പോകാം. അതോടെ ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങളായ തമിഴ്നാട്ടിലെ 6 ജില്ലക്കാരുണ്ടല്ലോ, പിന്നീട് അവർ കരിഞ്ഞ് ഉണങ്ങി മരിക്കേണ്ടി വരും. തമിഴ്നാട്ടിലെ 6 ജില്ലയിലെ ജനങ്ങൾ കരിഞ്ഞുണങ്ങി മരിക്കാതിരിക്കാൻ ആ മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായൊരു പുതിയ ഡാം പണിത് തമിഴ്നാടിന് മുഴുവൻ വെള്ളവും കൊടുത്ത് തമിഴ്നാട്ടിലെ ജനങ്ങളെ അവരുടെ കൃഷിയെ രക്ഷിക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ എനിക്ക് പറയാനുള്ളത്.